നവഗ്രഹസ്തോത്രം. ഗ്രഹപിഴാദോഷങ്ങൾ അകലാൻ നവഗ്രഹസ്തോത്രം നിത്യവും ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഗ്രഹദോഷങ്ങളിൽ ഇന്ന് പറയുന്നത് രാഹുവിനെക്കുറിച്ചാണ്. രാഹുദോഷം മാറാനുള്ള പ്രതിവിധികൾ നമ്മൾ ശരിയായി നിർവഹിച്ചില്ല എങ്കിൽ ആപത്ത് വിട്ടൊഴിയില്ല എന്ന് സാരം. ജാതകത്തിൽ രാഹുദോഷം ഉള്ളവരും രാഹുവിന്റെ ആധിപത്യമുള്ള നക്ഷത്രങ്ങളിൽ പിറന്നവരും രാഹുപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. വളരെ അത്യാവശ്യമാണ്. ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹുദോഷത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് വളരെ സത്യമാണ്. നവഗ്രഹങ്ങളിൽ ഒന്നാണെങ്കിലും രാഹുവിനെ അഹിതകാരി ആയാണ് നമ്മൾ കാണുന്നത്. ജാതകത്തിൽ രാഹുദോഷം ഉള്ളവരും രാഹുവിന്റെ ആധിപത്യമുള്ള നക്ഷത്രങ്ങളിൽ പിറന്നവരും പ്രത്യേകം രാഹുപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. രാഹു അധിപനായി വരുന്ന നാളുകളാണ് തിരുവാതിര, ചോതി, ചതയം തുടങ്ങിയ നക്ഷത്രങ്ങൾ. പൂയം, അനിഴം, ഉത്തിട്ടാതി നാളുകളും രാഹുവിന്റെ സ്വാധീനത്തിൽ വരുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന നാളിൽ ജനിച്ചവർ രാഹുപ്രീതിക്കായി പ്രത്യേകം ശ്രദ്ധിക്കണം. കശ്യപ് പ്രജാപതിക്ക് സിംഹിക എന്ന ഭാര്യയിൽ ഉണ്ടായ മകനാണ് രാഹു. കറുപ്പുനിറം, മുൻകോപം, ദേഹത്ത് അടയാളങ്ങൾ, ജീർണ വസ്ത്രം ധരിക്കൽ, പരിഹാസ്പ്രിയത ഇതെല്ലാം രാഹുവിന്റെ ലക്ഷണങ്ങളാണ്. സർപ്പം, പാദൻ, അഹി, അഹു, സൈംഹികേയൻ, തമസ്, വിധന്തുതൻ തുടങ്ങി പല പേരുകളിലും രാഹു അറിയപ്പെടുന്നു. അനിഷ്ടസ്ഥാനത്തു നിൽക്കുന്ന രാഹു ദശാകാലം കുഴപ്പങ്ങൾ ഉണ്ടാക്കും. തീർച്ച ഗ്രഹനിലയിൽ വ്യാഴന്റെയും ബുധന്റെയും സ്ഥാനം നല്ലതല്ലെങ്കിൽ അക്കാലത്ത് വിദ്യാർത്ഥികൾക്ക് വലിയ പരീക്ഷ നേരിടേണ്ടി വരും. കുജന്റെയും ശുക്രന്റെയും സ്ഥിതി എതിരാണെങ്കിൽ യുവതീ യുവാക്കളുടെ പ്രേമത്തിനിട വരുത്തും. എന്നാൽ ലഗ്നത്തിനോ ലഗ്നാധിപനോ ബലമില്ലാതിരുന്നാൽ ഈ പ്രേമം നൈരാശ്യത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കും. രാഹുവിൻ പലപ്പോഴും സമയം അനുസരിച്ചു ഭാവങ്ങൾ മാറുമെന്നുള്ളത് വളരെ പരമാർത്ഥം തന്നെയാണ്. അതിനാൽ ദോഷമുള്ള ഈ നക്ഷത്രക്കാർ പതിവായി രാഹുവിന് പ്രീതികരമായ വഴിപാടുകളും ദേവീ പൂജകളും ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണ്. രാഹുർ ദിശയിലുള്ള യുവാക്കൾ അനാവശ്യ കൂട്ടുകെട്ടുകളിലേക്കും മയക്കുമരുന്നുകളിലേക്കും ആകൃഷ്ടരാവുന്നത് ഇത്തരം രാഹുദശാകാലത്താണ്. വിഷയലമ്പടന്മാരായ ആളുകൾ ഇഷ്ടപ്രണയിനികൾക്ക് ഇഷ്ടം പോലെ വാരിക്കോരിക്കൊടുത്ത് കുത്തുപാളയെടുക്കുന്നതും രാഹുദോഷം ഉള്ള സമയങ്ങളിലാണെന്ന് നമ്മൾ ഓർക്കണം. കൂടാതെ രാഹുവിന്റെ ദശയിലും മറ്റ് ദശകളിൽ രാഹുവിന്റെ അപഹാരം ഉണ്ടാക്കുമ്പോഴും ഗോചരാൽ 3, 6, 11 ഭാവങ്ങളിൽ ഒഴികെയുള്ള സ്ഥാനങ്ങളിലേക്ക് രാഹു വരുമ്പോഴും ജാതകർക്ക് ദോഷകരമാണ്. അതിനാൽ ഇവരും രാഹുദോഷ പരിഹാരങ്ങൾ കൃത്യമായും നടത്തേണ്ടതാണ്. വീട്ടമ്മമാർക്ക് എന്നും ദുഃഖിക്കാനേ സമയം കാണും. അഭിപ്രായ ഭിന്നത, കുടുംബകലഹം, ജോലിക്കൂടുതൽ, വരവിൽ കവിഞ്ഞ ചെലവ്, ഭർത്താവിൽ നിന്നും കുട്ടികളിൽ നിന്നും വൈഷമ്യങ്ങൾ എന്നിവ ഫലം. കൂടാതെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വളരെയധികം പിരിച്ചുവിടൽ എന്നിവ ഉണ്ടാകും. രാഷ്ട്രീയത്തിൽ ഉള്ളവർക്ക് ചീത്തപ്പേർ കേൾക്കേണ്ടിവരും. പൊതുജനങ്ങളുടെ ശത്രുവാകേണ്ടിയും വരും. യുവതീ യുവാക്കൾക്ക് രാഹുർ ദശയിൽ വിവാഹം മുടങ്ങാൻ സാധ്യതയുണ്ട്. രാഹുദോഷ പരിഹാരത്തിന് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് ദേവീക്ഷേത്രങ്ങളിൽ നാരങ്ങാവിളക്ക് തെളിയിക്കുക എന്നതാണ്. രാഹുദോഷം ഉള്ളവരും രാഹുവിന്റെ ആധിപത്യമുള്ള നാളുകളിൽ ജനിച്ചവരും പതിവായി ദേവീക്ഷേത്രത്തിൽ നാരങ്ങാവിളക്ക് തെളിക്കണം. മേടം രാശിക്കാർക്ക് രാഹു കേതു രാശിയിലെ മാറ്റം ദാമ്പത്യ ജീവിതത്തിൽ സാരമായി ബാധിച്ചേക്കാം. ദമ്പതികൾ തമ്മിലുള്ള കലഹം, വിവാഹമോചനം എന്നിവയും സംഭവിച്ചേക്കാവുന്ന സമയമാണ്. അതിനും ആകെയുള്ള പോംവഴി ദേവീക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ നാരങ്ങാവിളക്ക് കൊളുത്തുക. അർദ്ധകായം, മഹാവീര്യം, ചന്ദ്രാദിത്യവിമർദ്ദനം, സിംഹികാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഈ മന്ത്രം ദിവസേന രാവിലെ 108 തവണ ജപിക്കുന്നത് രാഹുവിന്റെ ദോഷം കുറക്കാൻ ഉപകരിക്കും. രാഹുദോഷത്തിന് നാരങ്ങാവിളക്ക് തെളിക്കണം. നാരങ്ങാവിളക്ക് എന്നത് ചെറുനാരങ്ങ രണ്ടായി മുറിച്ച് അതിന്റെ നീർ പിഴിഞ്ഞു കളഞ്ഞ ശേഷം അത് തിരിച്ച് മലർത്തി പുറന്തോട് അകത്തുവരുന്ന രീതിയിൽ ചിരാതിന്റെ രൂപത്തിലാക്കി അതിനുള്ളിൽ എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ച് വിളക്ക് കത്തിക്കുന്നതാണ്. ഇപ്രകാരം വേണം നമ്മൾ ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കൊളുത്തേണ്ടത്. ഒറ്റ സംഖ്യയിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നതാണ് ഉത്തമം. അതായത് 5, 7, 9 എന്നീ ക്രമത്തിലാണ് നാരങ്ങാ വിളക്ക് കത്തിക്കേണ്ടത്. ദേവിക്ക് പ്രാധാന്യമുള്ള ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ രാഹുവിന്റെ അപഹാരം ഉണ്ടാകുന്ന രാഹുകാലത്ത് നാരങ്ങാ വിളക്ക് കത്തിച്ച് ദേവിയെ ഭജിക്കുന്നതാണ് ഉത്തമം. നാരങ്ങാ വിളക്ക് തെളിച്ചതിനു ശേഷം ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ഹനുമാൻ സ്വാമിക്കും നവഗ്രഹങ്ങൾക്കും നാരങ്ങാവിളക്ക്. ഈ വഴിപാട് തന്നെയാണ് നാരങ്ങാവിളക്ക് തെളിയിക്കുന്നതിലൂടെ ഭക്തർക്ക് ഒരു ഹോമം നടത്തുന്നതിന്റെ അനുഗ്രഹമാണ് പ്രദാനമാകുന്നത്. നാരങ്ങാവിളക്ക് തെളിയിച്ച് അഗ്നിഭഗവാനെ സാക്ഷി നിർത്തി മന്ത്രയാചാരണത്തോടെ ദേവിയെ ഭജിച്ചാൽ രാഹുദോഷം മാറും. രാശിചക്രത്തിൽ രാഹുവിന് സ്വന്തമായ ക്ഷേത്രമില്ല. ദേവിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന
ശുക്രന്റെ സ്വക്ഷേത്രമായ ഇടവത്തിലാണ് രാഹുവിൻ സ്ഥാനം എന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ദേവിയെ ഭജിക്കുന്നതാണ് രാഹുദോഷത്തിന് യഥാർത്ഥ പ്രതിവിധി. രാഹുവിന്റെ എല്ലാ അനർത്ഥങ്ങളും ജീവിതത്തിൽ ഇല്ലാതാകാൻ ലളിത സഹസ്രനാമം ജപിക്കുന്നത് ദേവിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതിനാൽ ദേവിയുടെ ഇഷ്ടം നേടാൻ പ്രാർത്ഥനയും വഴിപാടുകളും യഥാവിധി നടത്തുക. എല്ലാം ശുഭമായി ഭക്തിയോടെ ചെയ്യുക. നല്ലത് മാത്രമേ വരൂ.